നമസ്കാരം. നമ്മളിനി പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസുകളുടെ കേസിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് എപ്പോഴാണ് ഒരു സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറേ കോമ്പണൻറ്റുകൾ പാരലൽ ആണ് എന്ന് പറയുക എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാനായിട്ട് വി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിലും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള കണക്ഷൻ ഒരു ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ കണ്ടക്ടറിലെ ഏത് രണ്ട് പോയിന്റ് എടുത്താലും അവയിലുള്ള പൊട്ടൻഷ്യലുകൾ സെയിം ആയിരിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പോയിന്റ് എ വരെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ കണ്ടക്ടർ ഒരു ഐഡിയൽ കണ്ടക്ടർ ആണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ, ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയാണ് എയിൽ ഉണ്ടാവുക. അതേപോലെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ എത്ര പൊട്ടൻഷ്യലിലാണോ കിടക്കുന്നത് അതേ പൊട്ടൻഷ്യലാണ് പോയിന്റ് ബിയും കിടക്കുക. കാരണം ഇവയൊക്കെ ഐഡിയൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെങ്കിൽ പോയിന്റ് എക്കും പോയിന്റ് ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും വി തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഡിസ്കഷൻ ഈ കപ്പാസിറ്ററുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം പോയിന്റ് എയിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയാണ് ആദ്യത്തെ കപ്പാസിറ്ററിന്റെ ഇടതുവശത്തെ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ. പോയിന്റ് ബിയിലെ പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയാണ് ആദ്യത്തെ കപ്പാസിറ്ററിന്റെ വലത്തുവശത്തെ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആണ്. എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് ഇപ്പം നമ്മൾ കണ്ടിട്ടേയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വിക്ക് ഈക്വൽ ആണ്. സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണ്. അതേപോലെ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതേപോലത്തെ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് വി ആണെന്ന് പറയാം. ആൻഡ് അഗെയിൻ മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വി തന്നെയാണ്. കാരണം മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ ഇടതുവശത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് പോയിന്റ് എയിലെ അതേ പൊട്ടൻഷ്യലുള്ള പ്ലേറ്റ് ആണ്. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ വലത്തുവശത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് പോയിന്റ് ബിയിലെ അതേ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേറ്റ് ആണ്. ഈ കണ്ടക്ടേഴ്സ് ഒക്കെ ഐഡിയൽ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പം ഈ മൂന്ന് കപ്പാസിറ്ററുകളിലെയും പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഒരു സർക്യൂട്ടിലെ വ്യത്യസ്ത കോമ്പണന്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ സെയിം ആകുമ്പോഴാണ് ആ കോമ്പണന്റുകളൊക്കെ പാരലൽ കോമ്പിനേഷനിലാണ് എന്ന് നമ്മൾ പറയുന്നത്. സീരീസ് കോമ്പിനേഷനിലാവുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. കോമ്പണന്റുകളിലൂടെയൊക്കെ ഒഴുകുന്ന കറണ്ട് സെയിം ആകുമ്പോഴാണ് സീരീസ് കോമ്പിനേഷനിലാവുന്നത്. കോമ്പണന്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആകുമ്പോഴാണ് അവ പാരലൽ കോമ്പിനേഷനിലാണ് എന്ന് പറയുന്നത്. അപ്പം ആ കാരണം കൊണ്ട് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് ഈ സർക്യൂട്ടിൽ എക്കും ബിക്കും ഇടയിൽ പാരലൽ കോമ്പിനേഷനിലാണ്. ഇനി ആദ്യത്തെ കപ്പാസിറ്ററിലെ ഇടതുവശത്തെ പ്ലേറ്റിൽ +Q1 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ വലത്തുവശത്തെ പ്ലേറ്റിൽ -Q1 ചാർജ് ഉണ്ടാവും. രണ്ടാമത്തെ പ്ലേറ്റിലെ ഇടതുവശത്തെ പ്ലേറ്റിൽ +Q2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ വലത്തുവശത്തെ പ്ലേറ്റിൽ -Q2 ചാർജ് ഉണ്ടാവും. മൂന്നാമത്തെ കപ്പാസിറ്ററിലെ ഇടതുവശത്തെ പ്ലേറ്റിൽ +Q3 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ വലത്തുവശത്തെ പ്ലേറ്റിൽ -Q3 ചാർജ് ഉണ്ടാവും. So what is the total charge stored by the parallel combination of these three capacitors? ഈ മൂന്ന് കപ്പാസിറ്റേഴ്സിന്റെയും കൂടെ പാരലൽ കോമ്പിനേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന മൊത്തം ചാർജ് എത്രയാണ്? മൊത്തം ചാർജ് Q ആണെങ്കിൽ Q is equal to Q1 plus Q2 plus Q3. മൂന്ന് കപ്പാസിറ്ററുകളിലെയും പോസിറ്റീവ് പ്ലേറ്റിലെ ചാർജുകൾ തമ്മിൽ കൂട്ടിയാൽ മൂന്ന് പേരും കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മൊത്തം ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജും അതിന്റെ കപ്പാസിറ്റൻസും അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് Q = CV എന്നാണ്. അത് നമ്മൾ Q1, Q2, Q3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. Therefore Q1 is equal to C1 into V1, where V1 is the potential difference across the plates of the first capacitor. അത് V ആണെന്ന് നമ്മൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. So this is equal to C1 into V. C1 into V എന്ന് കിട്ടി. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q2 ആണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച്
Q2 is equal to C2 into V2. Again, V2 is equal to V ആണെന്ന് കിട്ടിയിട്ടുണ്ട്. So this is equal to C2 into V. And similarly, the charge stored in the third capacitor Q3 is equal to C3 into V3, which is equal to C3 into V. എല്ലാവരും പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ Q1, Q2, Q3ക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ് ഈസ് Q is equal to Q1 plus Q2 plus Q3. Q1 പകരം C1V, Q2 പകരം C2V, Q3ക്ക് പകരം C3V. എല്ലാത്തിലും കോമൺ ആയിട്ട് V ഉണ്ട്. Therefore Q is equal to V into C1 plus C2 plus C3. Suppose that this is equation number 1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും പാരലൽ കോമ്പിനേഷനെ കൊണ്ടുണ്ടായ ഇഫക്റ്റ് എന്താണെന്ന് നോക്കുക. ഈ സർക്യൂട്ടിൽ ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും കൂടെ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ദിസ് മച്ച് ചാർജ് ആണ്. Q ചാർജിനെയാണ് 3 പേരും കൂടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരു കപ്പാസിറ്ററിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്യലാണ്. ഈ സർക്യൂട്ടിൽ ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റ്, ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷൻ പോയിന്റ് എക്കും ബിക്ക് ഇടയിൽ കണക്ട് ചെയ്തപ്പോൾ Q ചാർജ് സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ്. ഇതേ ഇഫക്റ്റ് ഇതേ സെല്ല് ഉപയോഗിച്ച് ഇതേ സർക്യൂട്ടിൽ തരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഈ 3 പേർക്കും പകരം പോയിന്റ് എക്കും ബിക്കും ഇടയിൽ ഈ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞ സിംഗിൾ കപ്പാസിറ്ററിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്ലേറ്റിൽ Q ചാർജിനെയാണ് സ്റ്റോർ ചെയ്യാന്ന് വിചാരിക്കാം. ഇവർ 3 പേരും കൂടെ സ്റ്റോർ ചെയ്ത അതേ ചാർജിനെ ആ സിംഗിൾ കപ്പാസിറ്റർ ഒറ്റയ്ക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു കപ്പാസിറ്ററിനെ ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷന്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. അതേ ഇഫക്റ്റ് തരുന്ന, അതിന് ഇവർക്ക് 3 പേർക്കും ഈക്വലന്റ് ആയ എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ തന്നെ ഈ 3 പേരും കൂടെ തരുന്ന അതേ ഇഫക്റ്റ് തരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ പുതിയ കപ്പാസിറ്റർ നമുക്ക് ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റർ എന്നും വിളിക്കാം. ആൻഡ് ദെയർഫോർ അങ്ങനെയുള്ള ഒരു സിംഗിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ നമുക്ക് ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്നോ അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നോ വിളിക്കാം. ആ ഈക്വലന്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ 3 പേർക്കും പകരം ഈ എക്കും ബിക്കും ഇടയിലുള്ള 3 പേർക്കും പകരം നമ്മളൊരു സിംഗിൾ കപ്പാസിറ്ററിനെ ഉപയോഗിക്കാൻ പോവാണ്. ഈ ബാക്കി സർക്യൂട്ടിൽ മാറ്റമൊന്നുമില്ല. എക്കും ബിക്കും ഇടയിലുള്ള പാരലൽ കോമ്പിനേഷൻ എടുത്ത് മാറ്റി പകരം എക്കും ബിക്കും ഇടയിൽ വി കണക്ട് സിംഗിൾ കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് capital C so that it stores the same amount of charge as that stored by the parallel combination. നേരത്തെ ഉണ്ടായിരുന്ന പാരലൽ കോമ്പിനേഷൻ സ്റ്റോർ ചെയ്തിരുന്ന അതേ ചാർജ് ഇയാൾ ഒറ്റയ്ക്ക് അതേ സെല്ല് ഉപയോഗിച്ച് അതേ സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെയാണ്. എക്കും ബിക്കും ഇടയിലാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ V ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ക്യാപിറ്റൽ C ഇതേ ചാർജിനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ കപ്പാസിറ്റൻസ് നമുക്ക് C ഇഫക്റ്റീവ് അല്ലെങ്കിൽ C ഈക്വലന്റ് എന്ന് വിളിക്കാം. ഇനി ഈ സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. Q is equal to C effective into V എന്നാണ്. Q is equal to C effective into V. Suppose that this is equation number 2. Equation number 2 ആണ് വിചാരിക്കാം. അപ്പം ഇക്വേഷൻ നമ്പർ 1ന്റെയും ഇക്വേഷൻ 2ന്റെയും LHSകൾ ഒന്ന് തന്നെയാണ്, Q തന്നെയാണ്. ആൻഡ് therefore C effective into V is equal to V into C1 plus C2 plus C3. V cancel ചെയ്ത് പോയി. or C effective is equal to C1 plus C2 plus C3. അപ്പോൾ നമ്മുടെ ഉദ്ദേശം C ഇഫക്റ്റീവിനുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കലായിരുന്നു. അതിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ C ഇഫക്റ്റീവ് ഈക്വൽ ടു C1 plus C2 plus C3. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി C1, C2, C3ക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കും. ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് ദാറ്റ് C1 is equal to 2 microfarad, C2 is equal to 3 microfarad and C3 is equal to 4 microfarad. അങ്ങനെയാണെങ്കിൽ ഈ 3 വ്യത്യസ്ത കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ്
പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ മതി. ആ സിംഗിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സി ഇഫക്റ്റീവ് ഈക്വൽ ടു C1 + C2 + C3. അപ്പൊ ഇവരുടെ പാരലൽ കോമ്പിനേഷന് പകരം 2 + 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈക്രോ ഫാരഡ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ മതി എന്നർത്ഥം. അതായത് 2, 3, 4 ഇത്രയും കപ്പാസിറ്റൻസ് ഉള്ള 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതും ഒരു സർക്യൂട്ടിൽ പാരലായിട്ട് അവയെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റും അവയ്ക്ക് പകരം ഈ 9 മൈക്രോ ഫാരഡ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ അതേ സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന ഇഫക്റ്റും ഒന്ന് തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ പാരലൽ കോമ്പിനേഷനായിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സിന് ഉപയോഗിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും വലുത് എത്രയാണോ അതിനേക്കാൾ വലുതായിരിക്കും 9 എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിലെ 9 എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളായ 4നേക്കാൾ വലുതാണ്. അപ്പം പാരലൽ കോമ്പിനേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതിനേക്കാൾ വലുതായിരിക്കും. സീരീസ് കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കിയത്, സീരീസ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, നമ്മളിനി എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ അതിനുള്ള ഒരു ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കപ്പാസിറ്റർ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഉപകരണമാണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള സംശയമൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. ചാർജിനെ അല്ലേ സ്റ്റോർ ചെയ്യുന്നത്, എനർജിയെ അല്ലല്ലോ. അപ്പോൾ പിന്നെ എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഹെഡിങ് മീനിങ് ഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് വ്യക്തമാകും. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ആണെന്ന് വിചാരിക്കാം. ഈ കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് അതിലിപ്പം ചാർജ് 0 ആണ്. ഇതിൽ ചാർജ് കൊടുക്കാനായിട്ട് ഒരു സെല്ലിനെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കപ്പാസിറ്ററും സെല്ലിന്റെയും ഇടയിൽ, കപ്പാസിറ്ററിനും സെല്ലിനും ഇടയിൽ ഒരു കീ ഉണ്ട്. കീ എന്ന് വെച്ചാൽ സ്വിച്ച്. അതിപ്പോൾ ഓപ്പൺ ആണ്. അതുകൊണ്ട് കപ്പാസിറ്ററിൽ ഇപ്പോൾ ചാർജ് ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യം. കപ്പാസിറ്റർ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ കപ്പാസിറ്ററിലെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോണുകൾ എടുത്ത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ എത്തിച്ചേർന്ന പ്ലേറ്റിന് ഈക്വൽ എമൗണ്ട് നെഗറ്റീവ് ചാർജും കിട്ടും. ഇതാണ് ചാർജിങ് ഓഫ് എ കപ്പാസിറ്ററിന്റെ മെക്കാനിസം എന്ന് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കപ്പാസിറ്ററിലെ ചാർജ് 0 ആണ്, തീരെ ചാർജ് ഇല്ല. കപ്പാസിറ്ററിലെ ചാർജ് 0 ആണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to Q/C ആണ്. അപ്പോൾ ചാർജ് 0 ആയതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ ഇനീഷ്യലി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ചാർജ് ചെയ്യാത്ത അവസ്ഥയിൽ കപ്പാസിറ്ററിലെ ചാർജും 0 ആണ്, പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 0 ആണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ കീ ക്ലോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക. കീ ക്ലോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഞാനത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ഈ സെല്ല് ഇപ്പം പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും ഈ അടുത്ത വശത്തെ പ്ലേറ്റിനെയാണ് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത പ്ലേറ്റ് എന്നുള്ള അർത്ഥത്തിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്ലേറ്റിനെ അതേ കാരണം കൊണ്ട് നെഗറ്റീവ് പ്ലേറ്റ് എന്നും വിളിക്കും. അപ്പം പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോണുകൾ എടുത്ത് സെല്ല് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് കൊണ്ടിടുകയാണ്. എന്നുവെച്ചാൽ സെല്ലാണ് അതിനു വേണ്ടി എനർജി ചെലവഴിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കപ്പാസിറ്ററിലെ പോസിറ്റീവ് പ്ലേറ്റിൽ +Q ചാർജും നെഗറ്റീവ് പ്ലേറ്റിൽ -Q ചാർജും ഉണ്ടെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചാർജ് 0 അല്ല, ഇപ്പോഴത്തെ ചാർജ് Q ആണ്. ആ ചാർജ് 0യേക്കാൾ കൂടുതലാണ്. ഈ കപ്പാസിറ്ററിന് മാക്സിമം സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ചാർജ് Q ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിന്റെ സമയത്ത് അതിലെ ചാർജ് 0യിൽ നിന്നും Q-ലേക്കാണ് ഗ്രോത്ത് നടത്തുന്നത്. അതായത് പോസിറ്റീവ് പ്ലേറ്റിലെ തുടക്കത്തിലുള്ള ചാർജ് 0 ആണെങ്കിൽ കപ്പാസിറ്റർ മുഴുവനായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ അതിന്റെ കഴിവ് മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്ന ചാർജ് 0ക്ക് പകരം Q ആയിരിക്കും. ഇപ്പം ചാർജ് Q ആയിട്ടില്ല, അത് 0ക്കും Qനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി ഇപ്പോഴത്തെ ചാർജിനെ ഇങ്ങനെ റിപ്രസെന്റ് ചെയ്യാം. ഈ സ്റ്റേറ്റിനെ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് ചാർജിങ് എന്നാണ് വിളിക്കുന്നത്.
എന്ന് വെച്ചാൽ ചാർജിങ് തുടങ്ങി ചാർജ് 0 അല്ല, മാക്സിമം ആയിട്ടുമില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ചാർജ്ഡ് സ്റ്റേറ്റ് എന്നാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പാസിറ്ററിൽ ഇപ്പം ചെറിയൊരു ചാർജ് ഉണ്ട്. ആ ചാർജിനെ അതിന്റെ കപ്പാസിറ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വി ഇല്ല. എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഇപ്പോഴും മുഴുവനായിട്ട് ചാർജ് ചെയ്തിട്ടില്ല. കപ്പാസിറ്ററിലെ പ്ലേറ്റുകളുടെ ചാർജ് കൂടുന്നതിനനുസരിച്ചാണ് ആ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർദ്ധിച്ചു വരുന്നത് നമുക്കറിയാം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പരമാവധി ക്യാപിറ്റൽ വി വരെയാണ് ആവുക. അത് എപ്പോഴാണ് സംഭവിക്കുക വെച്ചാൽ കപ്പാസിറ്ററിൽ മുഴുവൻ ചാർജ് എത്തുമ്പോഴാണ്. ഇപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് മുഴുവനായിട്ടില്ല, ചെറിയൊരു ചാർജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്മോൾ വി ആണ്. ആ സ്മോൾ വി ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ സി. വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഇതാണ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഇപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനേഷനിലേക്ക് വരാം. ബൈ ഡെഫിനേഷൻ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് പറഞ്ഞാൽ, സ്മോൾ വി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റേ പ്ലേറ്റിലേക്ക് പോസിറ്റീവ് ചാർജിന്, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ വി ജൂൾ വർക്ക് ചെയ്യണമെന്നാണ്. എന്താണ് വി വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വി വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വോൾട്ട് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളുമാണ്. ജൂൾ പെർ കൂളുമിനെയാണ് നമ്മൾ വോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വോൾട്ട് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വി ജൂൾ പെർ കൂളുമാണ് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. അതായത് അതിൽ ഒരു പ്ലേറ്റിൽ നിന്നും മറ്റേ പ്ലേറ്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എത്തിക്കണമെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകുന്ന ആള് വി ജൂള് വർക്ക് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഈ യൂണിറ്റിന്റെ അർത്ഥം. ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു കപ്പാസിറ്ററിനെ ഒരു സെല്ല് ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഇലക്ട്രോണിനെയാണ് കൊണ്ടുപോകുന്നത്. നെഗറ്റീവ് ചാർജ് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നു എന്നർത്ഥം. നെഗറ്റീവ് ചാർജ് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നു എന്നർത്ഥം. അതിന് ഈക്വലന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നു എന്നും പറയാം. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പ്ലേറ്റിലും തുടക്കത്തിലുള്ള ചാർജ് 0 ആയിരുന്നു. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജിനെ ഇവിടേക്ക് എടുത്തു കൊണ്ടുപോവുകയായിരുന്നു സെല്ല്. എന്നാൽ അതിന് തുല്യമാണ് മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് ഇതിന് തുല്യമാണ് ഇലക്ട്രോണുകൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകിയതിന് ഈക്വലന്റ് ആണ് പോസിറ്റീവ് ചാർജ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകി എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോയി എന്ന് പറയുന്നതും നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോയി എന്ന് പറയുന്നതും തുല്യം തന്നെ, ഈക്വലന്റ് തന്നെയാണ്, ജോലി ചെയ്യുന്നത് മുഴുവൻ സെല്ലാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ജൂൾ പെർ കൂളുമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് ചാർജിങ്ങിൽ ഇനിയൊരു 1 കൂളും ചാർജിനെ +1 കൂളും ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ സെല്ല് വി ജൂള് വർക്ക് ചെയ്യണം. ഒന്നുകൂടെ പറയാം, ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് ചാർജിങ്ങിൽ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ജൂൾ പെർ കൂളും ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ഒരു +1 കൂളും ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ സെല്ല് സ്മോൾ വി ജൂള് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ കൂളുമിനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് +dq കൂളുമിനെയാണ് എത്തിക്കുന്നതെങ്കിൽ +1 കൂളുമിനെ എത്തിക്കണമെങ്കിൽ സെല്ല് ചെയ്യേണ്ട വർക്കാണ് വി ജൂൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ dq കൂളുമിനെ കൂളും ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ സെല്ല് എത്ര വർക്ക് ചെയ്യണം? ഒരു യൂണിറ്റ് ചാർജിനെ എത്തിക്കാൻ 1 കൂളുമിനെ എത്തിക്കാൻ വി ആണെങ്കിൽ dq കൂളുമിനെ എത്തിക്കാൻ എത്ര വർക്ക് ചെയ്യണം? വി dq വർക്ക് ചെയ്യണം. സോ we assume that V dq is equal to dW. അതായത് the work done by the cell to transfer a charge dq coulomb from the negative plate to the positive plate at this intermediate stage of charging is given by dW is equal to V dq. ഇനി dq കൂളുമിനെ അല്ല യഥാർത്ഥത്തിൽ സെല്ല് കൊണ്ടുവരുന്നത്. ഒന്നിനെ പിറകെ ഒന്നായി കുറെ dq കൂളുമുകളെ കൊണ്ടുവരുന്നു. തുടക്കത്തിൽ ചാർജ് ഇവിടെ 0 ആയിരുന്നു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നിന് പിറകെ ഒന്നായി കുറെ +dq കൂളുമുകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജും കഴിഞ്ഞ് വീണ്ടും ചാർജിങ് പ്രൊസീഡ് ചെയ്യും. അങ്ങനെ പ്രൊസീഡ് ചെയ്ത് അവസാനം ഇവിടുന്ന് ഇങ്ങോട്ട് +q ചാർജ് എത്തിച്ചേരും.
അതായത് ഇവിടെ പ്ലസ് ക്യാപിറ്റൽ ക്യൂ ചാർജ് എത്തിച്ചേരും, അങ്ങനെ ആ സമയത്ത് ഇവിടെ മൈനസ് ക്യൂ ചാർജ് ഉണ്ടാവും. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ കപ്പാസിറ്ററിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചാർജ് പ്ലസ് ക്യൂ ആണ്. അതിപ്പോൾ ആയിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ അവസ്ഥ വരെയാണ് ചാർജിങ് ഓഫ് ദി കപ്പാസിറ്റർ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഈ അവസ്ഥ വരെയാണ് സെല്ല് പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും എടുത്ത് പോസിറ്റീവ് പ്ലേറ്റ് വരെ കൊണ്ടിടുക. അതിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ഡി ക്യൂ കൂളും ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി സെല്ല് ചെയ്ത വർക്കാണ് ഈ ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ വി ഡി ക്യൂകളെ കൂട്ടിയാൽ 0 കൂളും തൊട്ട് ക്യാപിറ്റൽ ക്യൂ കൂളും വരെയുള്ള എല്ലാ ചാർജുകളെയും ഇവിടുന്ന് ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി സെല്ല് ചെയ്ത ആകെ വർക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സെൽ ടു ചാർജ് ദ കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ഇസ് ഗിവൺ ബൈ വി ഡി ക്യൂകളുടെ സം എടുക്കുക. എവിടുന്ന് എവിടം വരെയുള്ള വി ഡി ക്യൂകളുടെ ക്യൂവിൻ്റെ വാല്യൂ, ചാർജിന്റെ വാല്യൂ 0-ൽ നിന്നും ക്യാപിറ്റൽ ക്യൂ ആകുന്നത് വരെയുള്ള വി ഡി ക്യൂകളുടെ എല്ലാം കൂടെ സം എടുക്കുക. അതാണ് നമ്മൾ മാത്തമാറ്റിക്സിലെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. കുറേ വി ഡി ക്യൂകളുടെ സം എടുക്കുക. ഇനി നമ്മൾ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ദാറ്റ് ഈസ് ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ക്യൂ. വിക്ക് പകരം ഈ വിക്ക് പകരം ക്യൂ ബൈ സി കൊടുക്കുക. ക്യൂ ബൈ സി ഡി ക്യൂ. സി കോൺസ്റ്റന്റ് ആണ്, 1/c കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/c into integral 0 to capital Q Q dq. 0 to capital Q Q dq. ഇനി ഇന്റഗ്രൽ Q dq W is equal to 1/c into 1/c ആണ് എഴുതിയത് Q squared by 2 എന്നാണ് ഇന്റഗ്രൽ Q dq ന്റെ ഉത്തരം. Q squared by 2. നമ്മൾ ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതാം. ഇതാണ് ലോവർ ലിമിറ്റ്, അത് ഇവിടെ എങ്ങനെയാണ് എഴുതുക. ഇതാണ് അപ്പർ ലിമിറ്റ്, അത് മുകളിലാണ് എഴുതുക. Now this is equal to, ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എങ്ങനെയാണ്, 1/c into ആദ്യം ക്യൂവിന്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. സ്മോൾ ക്യൂവിന് അപ്പർ ലിമിറ്റിന്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ സ്ക്വയർഡ് ബൈ 2 മൈനസ്, ഇനി ക്യൂവിന് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 സ്ക്വയർഡ് ബൈ 2. 0 സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. സോ സെക്കൻഡ് ടേം 0 വരും, ബ്രാക്കറ്റിനകത്തുള്ള സെക്കൻഡ് ടേം 0 വരും. സോ W is equal to 1/2 into ഈ 2 ആണ് പുറത്തേക്ക് എടുത്ത് 1/2 into Q squared by C. 1/2 into Q squared by C. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ സെല്ല് കപ്പാസിറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്ത ടോട്ടൽ വർക്കാണ്. ഇനി നമ്മൾ മുമ്പുള്ള പല കേസുകളിലും പഠിച്ചിട്ടുണ്ട്, M മാസുള്ള ഒരു വസ്തു H ഉയരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ, ഇപ്പം ഭൂമിയുടെ സർഫസിലുള്ള ഒരു വസ്തുവിന്റെ മാസ് M ആണ്. ഈ വസ്തുവിനെ നമ്മൾ H ഉയരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് mgh ആണ്. ഈ mgh ബോഡിയുടെ ഈ സ്ഥലത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ബോഡിയുടെ മുകളിൽ ഏതെങ്കിലും ഒരു ബലത്തിനെതിരെ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത്രയും വർക്ക് ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു, പ്രൊവൈഡഡ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിന് മുഴുവൻ ഈ പ്ലേറ്റിന് സെല്ലെടുത്ത് ഇവിടെ കൊണ്ടിട്ടതാണ്. അതോടൊപ്പം ഓരോ ഓരോ പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും നിലവിൽ ഇവിടെ എത്തിച്ചേർന്ന പോസിറ്റീവ് ചാർജുകൾ അങ്ങനെ വരുന്ന ആൾക്കാരെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇത് ഏതുപോലെയാണ്, M മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ എതിർപ്പിനെതിരെ നമ്മൾ ഉയർത്തുന്ന പോലെയാണ്. ഇവിടെയുള്ള ചാർജുകൾ, ഇവിടെ ഓൾറെഡി എത്തിച്ചേർന്ന പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ സെല്ല് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോസിറ്റീവ് ചാർജുകളുടെ വരവിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് സെല്ല് ചെയ്ത ടോട്ടൽ വർക്കാണിത്. അങ്ങനെയാണെങ്കിൽ ആരുടെ മുകളിലാണ് ഇത്രയും വർക്ക് ഒരു ബലത്തിനെതിരെ ചെയ്തത്, അത്രയും വർക്ക് ആ ആളുടെ ടോട്ടൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അതായത് ഇത്രയും വർക്ക് ആരുടെ മുകളിലാണോ അത്രയും വർക്ക് ചെയ്തത് അയാളുടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ആരുടെ മുകളിൽ ഇത്രയും വർക്ക് ചെയ്തത് പ്ലസ് ക്യൂ ചാർജിന്റെ മുകളിലാണ്. അതുകൊണ്ട് പ്ലസ് ക്യൂ ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്ത വർക്ക് ആ പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്ററിനകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി, കപ്പാസിറ്ററിൽ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് ആണെങ്കിൽ പോലും അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിന് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കിട്ടിയിട്ടുണ്ട്. സെല്ല് ചെലവഴിച്ച എനർജി മുഴുവൻ ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് പറയാം,
കപ്പാസിറ്റർ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഉപകരണമാണ് എന്നതിനോടൊപ്പം ആ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജിന് എനർജി കൂടിയുണ്ട്. അതുകൊണ്ട് കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ന് കൂടി പറയാം. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് W ഈക്വൽ ടു വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് W ഈക്വൽ ടു ഹാഫ് Q²/C എന്ന് പറയുന്നത്. ഈ വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി Wന് പകരം E എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുകയാണ്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q²/C. ഇനി Q ഈക്വൽ ടു CV ആണ് നമുക്കറിയാം. Q ഈക്വൽ ടു CV ആണ്. Therefore ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Qന് പകരം CV കൊടുക്കുക ഈ ഇക്വേഷനിൽ. സോ C² ഇൻറ്റു V²/C. ഇവിടെ ഒരു C ക്യാൻസൽ ചെയ്ത് പോയി. സോ ഈസ് ഈക്വൽ ടു ഹാഫ് CV². അപ്പോൾ എനർജി കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ E ഈക്വൽ ടു ഹാഫ് Q²/C ആണ്. അതിന് പകരം ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാം. ഹാഫ് ഇൻറ്റു CV² എന്നുള്ള ഇക്വേഷൻ കൂടി ഉപയോഗിക്കാം എന്നർത്ഥം. ഇനി ഇതേപോലെ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്യേണ്ടതായിരിക്കും. ഇനി ഇതേപോലെ C ഈസ് ഈക്വൽ ടു സിക്ക് പകരം Q/V എന്ന് കൊടുക്കാം. സിക്ക് പകരം Q/V എന്ന് കൊടുക്കാം ഈ ഇക്വേഷൻ. Therefore ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q²/സിക്ക് പകരം Q/V എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിലൊരു Q²ൽ ഒരു ക്യൂവും താഴെയുള്ളൊരു ക്യൂവും ക്യാൻസൽ ചെയ്ത് ബാക്കി ഒരു ക്യൂ വന്നു. ഈ V മുകളിലേക്ക് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q ഇൻറ്റു V. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ഇക്വേഷൻ കൂടെ കിട്ടി എനർജി കണ്ടുപിടിക്കാൻ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q ഇൻറ്റു V. അപ്പോൾ ഈ മൂന്നില് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ പറ്റും എന്നർത്ഥം. ഓക്കെ.